ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു വാലിഡ് ബ്രേക്കോ സ്ട്രക്ചർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഫൈൻഡ് ചെയ്യാം. ഇവിടെ നമുക്ക് വാലിഡ് ബ്രേക്കോ സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറും ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വിങ് ഹൈ സ്വിങ് ലോ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആയിരിക്കും നമ്മൾ ഫൈൻഡ് ചെയ്യുക. പക്ഷേങ്കിൽ ഇവിടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു ചെറിയ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ബ്രേക്കോ സ്ട്രക്ചർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഫൈൻഡ് ചെയ്യാം. നേരെ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റ് ബ്രേക്കോ സ്ട്രക്ചർ അതുപോലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് ടൈപ്പ് ചെയ്യാം. ഇത് കുറേ അധികം ബോസും ചോദിച്ചുള്ള ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഇവിടെ ഈ ഒരു ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യാം. ഈ ഒരു ഇൻഡിക്കേറ്ററിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബ്രേക്കോ സ്ട്രക്ചർ എവിടെ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എവിടെയാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവർ ഐഡന്റിഫൈ ചെയ്ത് തരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചോച്ച്. എന്നെ സംബന്ധിച്ച് ഇതായിരിക്കില്ല ചോദിച്ചു, എനിക്ക് നേരത്തെ ചോദിച്ചു ഈ ഒരു റേഞ്ചിലായിരിക്കും എനിക്ക് ചോദിച്ചു കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്വിങ് ഹൈ സ്വിങ് ലോ ആദ്യമേ മെൻഷൻ ചെയ്തത്. ബോസ് ചോദിച്ച് ജസ്റ്റ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ എങ്ങനെയാണ് വാലിഡ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാം, മുമ്പോട്ട് പോകാം. പിന്നെ നിങ്ങൾക്ക് കുറേ കോണ്ടന്റ്സ് യൂട്യൂബിൽ അവൈലബിൾ ആണ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമന്റിൽ രേഖപ്പെടുത്തിയാൽ മതി. ഇങ്ങനെ നമുക്ക് ബ്രേക്കോ സ്ട്രക്ചർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വളരെ സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ട് പറ്റിയ ട്രേഡ്സ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അപ്പം ഇവിടെ ഒരു ചോദിച്ചു കിട്ടി, ഇവിടെ ഒരു ചോദിച്ചു കിട്ടി, വിഷ് മീൻസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റേഞ്ചിൽ നിന്ന് ബൈങ് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഈ ഒരു സോണായിരിക്കും. ഈ ഒരു സോണിൽ നിന്ന് ബൈങ് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഏകദേശം ഒരു 100-150 പോയിന്റ്സിന്റെ ബൈങ് ആയിരിക്കും. ഇവിടെ നമ്മൾ ബൈ എടുത്തിട്ട് ഇവിടെ വരെ ബൈ പോകും എന്ന് വെച്ചിരിക്കരുത്. ആ ഒരു റേഞ്ച് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്ത് റൺ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ബ്രേക്കോ സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടറും ഇൻഡിക്കേറ്റർ മുഖേന മാർക്കറ്റിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാം. സോ നിങ്ങളുടെ കൂടെ ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുക. കാരണം അവർക്ക് ഒരു പക്ഷേ അറിയില്ലായിരിക്കും. അവർ ചുമ്മാ ലോസസ് ഒക്കെ അടിച്ച് ഇങ്ങനെ ക്യാപിറ്റലും വാഷ് ഔട്ട് ആക്കി ഫണ്ടഡ് അക്കൗണ്ട്സും വാഷ് ഔട്ട് ആക്കി പോകുന്ന ആൾക്കാരായിരിക്കും. സോ ഇതുപോലത്തെ കോണ്ടന്റ്സ് ഒക്കെ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ കുറേ അധികം കണ്ടന്റ്സ് വളരെ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്ത് ട്രേഡ്സ് മുമ്പോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ജേർണി മുമ്പോട്ട് കൊണ്ടുപോകുക. സോ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ എന്ത് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. സോ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.